വി ഡി രാജപ്പൻ എന്ന പാരഡി സോങ്ങിൻ്റെ കിങ് മേക്കറായ താങ്കൾ ഈ അവസരത്തിൽ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു മാഗസീന് വേണ്ടി ഇൻ്റർവ്യൂവിന് അവസരം തന്നതിലും ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്നതിലും അവസരം താങ്കൾ തന്നതിലില്ല എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് താങ്കളുടെ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ക്യാമറയോട് മറുപടി പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു, താങ്കൾ ഈ പാരഡി ഗാനരംഗത്ത് എങ്ങനെയാണ് കടന്നു വന്നത്? അതിലേക്ക് ശ്രദ്ധിക്കപ്പെടാൻ താങ്കൾ ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേഖലയാണ് ഈ പാരഡി. താങ്കൾ വരുന്നതിന് മുമ്പ് ആരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്, ഉണ്ടെങ്കിൽ ഇതിന് ഇത്ര പ്രശസ്തമായ രീതിയിൽ രംഗത്ത് ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് താങ്കൾ ഇതിലേക്ക് ശ്രദ്ധിക്കപ്പെടാനോ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാനോ എങ്ങനെ ഈ രംഗത്ത് വന്നു, എങ്ങനെ പിടിച്ചു നിന്നു, എന്താ ഇതിൻ്റെ കാരണം ഒന്ന് വ്യക്തമാക്കി പറയാം. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പദ്യങ്ങൾക്ക് പാരഡി ഉണ്ടാകും. ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന പദ്യങ്ങൾക്ക് പാരഡി ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ആപ്റ്റായിട്ടുള്ള സംഗതി, ആ വാക്കുകൾ അതുപോലെ തന്നെ വെച്ച് ഇങ്ങനെ പറയും. ഈ പറയുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുമ്പോൾ മനസ്സിലാകത്തില്ല. അവർ വിചാരിക്കും പദ്യം തന്നെയാണെന്ന് വിചാരിക്കും ഈ പാടി വിടുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ എനിക്കൊരു വൈകല്യം ഉണ്ടായിരുന്നു. സത്യത്തിൽ ജീവിതത്തിൽ എൻ്റെ അന്നത്തെ ഒരു വൈകല്യമായിരുന്നു. ഉടയമ്പരാൻ ഈ സർവശക്തനായ ദൈവം എനിക്ക് ഒരു വരദാനം പോലെ എനിക്ക് സമയം നന്നായപ്പോഴത്തേക്ക് ഒരു വരദാനം തന്നു, നീ ഇതുകൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ആ വൈകല്യത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്തു. അപ്പോഴും എൻ്റെ ഈ താങ്ങും തണലും ആയിട്ട് ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. എങ്ങനെയോ ഞാൻ ഈ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രോഗ്രാം കൂടി, ബുക്കിംഗ് കൂടി, അങ്ങനെ വന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെയായി. ഇങ്ങനെയായതിനു ശേഷം ഈ കല മേഖല, ഈ ശാഖയെക്കുറിച്ച് എന്ന് വെച്ചാൽ പാരഡി ഗാനത്തിനെ കുറിച്ച് താങ്കൾ പിറകോട്ട് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ പാരഡി ഗാനങ്ങൾ പാടുകയോ അതല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലോ മറ്റേതെങ്കിലും സാഹിത്യ കല ശാസ്ത്ര രംഗത്തോ ആരെങ്കിലും ഇങ്ങനെ ഒരു വൈകല്യത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെ പ്രശസ്തനാവുകയോ അതല്ലെങ്കിൽ പാരഡി രംഗത്ത് ഇങ്ങനെ രൂപവൽക്കരണം നടത്തപ്പെടുകയും ചെയ്തതായിട്ട് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ഉള്ളത് തിക്കുറിശ്ശി ചേട്ടനെ മാത്രമേ മിക്കവാറും അറിയാൻ സാധിക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം ഇതിൻ്റെ ഈ പാരഡിയുടെ ഒരു ജീനിയസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരഡി എൻ്റെ ടൈപ്പല്ല, വേറെ ടൈപ്പായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ ആദികരണങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഫാസ്റ്റ് ചേട്ടൻ ഒരു കഥാപ്രസംഗം ഇങ്ങനെ പാടുന്നുണ്ട്. ഒരു കുറച്ച് സമയത്തുള്ള സത്യമാഷയ്ക്ക് അഭിനയിച്ചത് പാടും, ഒരു കാതികനായ. അങ്ങനെ രണ്ടൊന്ന് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ആദികരണങ്ങൾ എന്ന് പറയുന്നത്. അത് എൻ്റെ മനസ്സിനകത്ത് ശരിയായിട്ട് തറച്ചു. പിന്നീട് ഈ ഫാസ്റ്റ് ചേട്ടനെ എന്നെ വളരെ ഇഷ്ടപ്പെടാനും മരിക്കുന്നവരെ ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു. എൻ്റെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് എനിക്കൊരു ബേസായിട്ടുണ്ട്. ഇതാണ് ഈ പാരഡി രംഗത്ത് താങ്കൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ പാരഡി രംഗത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന താങ്കൾ, കലാകാരൻ പൊതുവെ സമൂഹത്തിനോട് കടപ്പാടുള്ളവനായിരിക്കണം എന്ന ഒരു ചിന്താഗതി ഉള്ള ജനങ്ങളുണ്ട്. അങ്ങനെ വേണമെന്ന് നമ്മളൊക്കെ അഭിപ്രായപ്പെടും. എന്തോ അവിടെ ഒരുപക്ഷെ താങ്കളെ വിമർശിക്കുന്നവരാകും. താങ്കൾ ഈ പാരഡി ഗാനങ്ങളിലൂടെ സമൂഹത്തിന് ഗുണമൊന്നും ചെയ്യുന്നില്ല, ഗാനങ്ങൾക്ക് പാര വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വാദിക്കുന്ന, എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, ഇത് നല്ലതാണ്, ആസ്വാദ്യകരമായ കാര്യങ്ങൾ അതിലുണ്ട് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇവരോട് രണ്ടു കൂട്ടരോടും എങ്ങനെ ഇത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നു എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? സമൂഹത്തിന് ഗുണമാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ താങ്കളുടെ തന്നെ ഏതെങ്കിലും വരികളിലൂടെ താങ്കൾക്ക് പറഞ്ഞിരുന്നു മനസ്സിലാക്കി. അത് ഏത് സംഗതിക്കും രണ്ടാശയവും രണ്ടാഗ്രഹവും രണ്ടഭിപ്രായമുള്ളവരുണ്ടല്ലോ, അത് സത്യമാണ്. പിന്നെ ഞാൻ ഈ പാരഡി എഴുതാമെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പരിഹാസാസ്യത്തിന് ഒത്തിരി മാർക്കറ്റ് വന്നപ്പോൾ ആ കാലഘട്ടത്തിലാണല്ലോ ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിഹാസാസ്യത്തിലൂടെ ഇത് ഒന്ന് ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം അത് ആരാണോ ഫേസ് ചെയ്യുന്നത് അവർക്ക് അത് സ്വയമായിട്ട് ചിന്തിച്ചിട്ട് ശരിയാണല്ലോ, അങ്ങനെ ഞാനും ചിലപ്പം പ്രവർത്തിക്കുന്നില്ലേ എന്നൊരു തോന്നൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരിഹസിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ ഉണ്ടാകുന്ന ന്യൂനതകൾ എന്തെന്ന് അവർ സ്വയം മനസ്സിലാക്കുകയും അതിൽ നിന്നൊരു തിരുത്തൽ അവർക്ക് ഉണ്ടാവാൻ കഴിയുവാണെങ്കിൽ ഉണ്ടാകട്ടെ, അത് ഒരു ഗുണമാണ് എന്ന ചിന്തയിലൂടെയാണ് താങ്കൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ നല്ല പാട്ടിനെ ഈ പാരഡിയാക്കുക എന്ന് പറഞ്ഞത് സത്യത്തിൽ ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഈ കേരളത്തിലെ മലയാള ഭാഷ അറിയാവുന്ന അവർക്കൊക്കെ
അതൊരു തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഞാൻ ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ എനിക്ക് ഉപജീവനത്തിന് വേറെ മാർഗ്ഗമില്ല. നല്ല പാട്ടുകൾ നല്ല പാട്ടുകൾ നല്ല പിന്നെ എനിക്കുള്ള ഞാൻ എൻ്റെ പാട്ട് ഞാൻ ഒരു നല്ല പാട്ടെടുത്തിട്ട് ഞാൻ അതിന് പാട്ട് എഴുതുവാണെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള വാക്ക് അത് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചുമ്മാ പാരഡി ചെയ്ത് വിട്ട് കാര്യമില്ല. ഇത് അതായത് ഈ ഒറിജിനൽ നല്ല പാട്ട് എഴുതുന്ന നമ്മുടെ ബിച്ചു തിരുമല അല്ലെ ONV അല്ലെങ്കിൽ വയലാർ അങ്ങനെയുള്ള ശ്രീകുമാരൻ തമ്പി സാറ് ഇങ്ങനെയുള്ളവർ മാങ്കൊപ്പ് ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ളവർ എഴുതുന്ന ആ സാധനത്തിന് അവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഇവരിത് കേട്ടിട്ടുണ്ട്. ഈ പാട്ടൊക്കെ ഇവർ എഴുതിയിരുന്ന ഈ പാട്ടൊക്കെ ഇവർ തന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ പാരഡി അവർ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ പരിപാടി നടത്തുമ്പോൾ അവർ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ മുറി ചെന്നപ്പോൾ എൻ്റെ ഇന്ന പാട്ടൊന്ന് പാടാൻ പറഞ്ഞിട്ട് അങ്ങനെ പാട്ടിട്ടുണ്ട്. അവർക്ക് വലിയ അഭിപ്രായമാണ്. അതുപോലെ നാസേട്ടൻ യേശുദാസ് തന്നെ അദ്ദേഹം തന്നെ പിന്നെ എൻ്റെ പരിപാടി കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ യാതൊരു വിരോധവും ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ ഇഷ്ടമേ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടുകൾ തന്നെ താങ്കൾ ഇങ്ങനെ പാര വെച്ചിട്ട് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം തന്നെയല്ല. താങ്കൾ സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് വരികൾ എഴുതുന്നത് അവർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം ബിച്ചു കേട്ടോ, ഞാൻ ട്രിവാണ്ടത്ത് പരിപാടി നടത്തപ്പോൾ ബിച്ചുവേട്ടൻ വന്നിട്ട് പറഞ്ഞ് രായപ്പ ഞാൻ ഭയങ്കരമായിട്ട് താങ്കൾക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രായപ്പൻ്റെ ഈ കഥകൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്കകത്ത് ഈ പാരഡി പോലൊരു പാട്ട് എഴുതാനായിട്ട് എനിക്ക് പ്രചോദനം കിട്ടിയത് രായപ്പനാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഏതാണ് പാട്ട്? ആ പാട്ട് പിന്നെ ഒരു സിനിമ ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് ഒരു പാട്ടുണ്ട്, ഞാൻ തിന്ന കപ്പയുടെ കൊതി മാറിയില്ല, കറിവെച്ച മീൻ തിന്നു രുചി തീർന്നതില്ല, അയിലയുടെ തല തിന്ന് കുറുനാക്കുപോലും എരിവും പൊളിയും അറിയാതെയായി. അങ്ങനെയുള്ള ഈ പാട്ടൊക്കെ അദ്ദേഹം പിന്നെ ഈ പാരഡി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രുതിയിൽ പാടുന്ന പാട്ട് തന്നെ താങ്കൾ പാടിയ ഒരു പ്രത്യേക വാക്കുകൾക്ക് താങ്കളുടെ ശ്രുതിയിൽ നിന്ന് വിട്ട് താങ്കളുടേതായ ഒരു സ്വരം നിർമ്മിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് എന്തുദ്ദേശത്തിലാണ് അത് ആ സംഗതി ഞാൻ ചെയ്യുന്നത്? നമ്മൾ ഒരു കോമഡി എന്ന് പറയുമ്പോൾ ഒരു സംഗതി ശരിയായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ആ പാട്ട് ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അല്ലല്ലോ. അതിന് പ്രതീക്ഷിക്കുന്നതിന് എതിരായിട്ടൊരു സംഗതി വരുമ്പോഴാണല്ലോ ഈ കോമഡി ആകുന്നത്. അപ്പോൾ ഈ പാട്ട് ശരിയായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചില സംഗതിക്ക് ഞാൻ ഈ എൻ്റെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ചില ഓഡിയൻസ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് വെക്കാൻ കാര്യം ഒരു 100% ഓഡിയൻസിൽ ഒരു 80% ആൾക്കാർ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടോൺ അങ്ങനെ പ്രയോഗിക്കാൻ കാര്യം. പക്ഷേ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് അങ്ങനെ കാണിക്കേണ്ട, നേരെ തന്നെ പാടിയാൽ മതിയില്ലേ എന്ന് ചോദിക്കുന്നത് എന്നോട്. അതായത് ഒരു ക്രിയാത്മകമായ ഹാസ്യം താങ്കൾ അതിൽ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതെ. ഇനി ഈ പാരഡി ഗാനത്തിന് കൂടുതൽ വളർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? പാരഡി ഗാനത്തിന് വളർച്ചയ്ക്കുള്ള കാരണം വെച്ചാൽ നമ്മുടെ അനുഭവം ഒത്തിരി ജീവിതാനുഭവങ്ങളും ഈ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ ആക്കണം, ഈ കോമഡീകരിക്കണം, എങ്ങനെ ഇത് പ്രേക്ഷകരിലേക്ക് പകർത്തണം, അവർ ഉൾക്കൊള്ളുന്ന എങ്ങനെയാണ്, അതൊക്കെ ഞാനൊന്ന് ഈ ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 10-20 പ്രാവശ്യം കേട്ടെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായിട്ട് പിന്നെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് അതിനെക്കുറിച്ച് ഞാൻ എഴുതും. ഒരു പ്രാവശ്യം എഴുതിയിട്ട് പിന്നെ നോക്കിയിട്ട് പ്രാസത്തിന് കുറവുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് വാക്ക് അതിന് ജോയിൻസിന് എന്തെങ്കിലും മുഴപ്പുണ്ടോ എന്നൊക്കെ നോക്കും. അതുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഓർക്കസ്ട്ര പാർട്ടിയിലുള്ള ആളുകൾ അവരെ ഒന്ന് പാടിക്കേൾക്കും. അവർ പാടിക്കേൾക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് ഒരു ചെറിയ മെനുക്ക് കൂടെ കൊടുത്തിട്ട് ആണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത്. ഈ VD രാജപ്പൻ എന്ന പേര് താങ്കൾ ഒരു തുലിയാനാമത്തിൽ താങ്കളെടുത്താണോ അല്ലെ താങ്കളുടെ ശരിയായ പേരാണോ? താങ്കളുടെ ശരിയായ പേരാണോ? ശരിയായ പേര് തന്നെ. അല്ല, ചിലർ ഈ രംഗത്ത് വന്ന് പ്രശസ്തി നേടുമ്പോൾ ഒരു പേര് മാറ്റം താങ്കളെ ചിലർ VD എന്ന് സ്റ്റേജിൽ വരുമ്പോൾ താങ്കളെ പുകഴ്ത്തി വിളിക്കാറുണ്ട്. അപ്പോൾ അല്ല, അത് ഇനി വേറെ ഏതെങ്കിലും അങ്ങനെ ഒരു കോമഡി സ്റ്റൈലിൽ ഇട്ടോ? അല്ല, അതായത് VD രാജപ്പൻ എന്ന് പറയാൻ കാര്യം എൻ്റെ അച്ഛൻ്റെ പേര് VI ദേവദാസ്. അത് അച്ഛൻ്റെ വിയും ദേവദാസിന്റെ ഡിയും കൂടെ എടുത്തിട്ടാണ് ഈ VD ആയത്. താങ്കൾക്ക് ഈ രചനാരംഗത്ത് മറ്റു പാട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതേ സാധനം തന്നെ സാഹിത്യ ഭംഗിയിലും കവിത പ്രാസ രസത്തിലും എല്ലാം എഴുതി തരുന്നത് താങ്കൾക്ക് മറ്റൊരാളാണെന്ന് ധാരണ ജനങ്ങൾക്കുണ്ട്. അത് ശരിയാണോ? അതല്ല താങ്കൾ തന്നെയാണോ അത് എഴുതുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഈ കഴിവ് ഇത് വരദാനമായി വീട് കിട്ടിയതാണോ അതല്ല താങ്കൾ സ്വയം അഭ്യസിച്ചെടുത്തതാണോ? എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് മറ്റാരും എഴുതി തരുന്നില്ല എന്നുള്ള ഏറ്റവും സത്യം. ഞാനിത് കേട്ടിട്ടുണ്ട്. എനിക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ഇതൊക്കെ എഴുതുന്നത്.
അത് ആ സഹോദരി വികലാംഗിയാണെന്ന്. ഈ അടുത്ത കാലത്ത് ആ സഹോദരി മരിച്ചു പോയെന്നൊക്കെ തന്നെ എൻ്റെ ആരാധകർ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. എങ്ങനെയോ ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരു റൂമർ പറ്റുന്നുള്ളൂ. ഞാൻ തന്നെ ഈ സംഗതിക്ക് എഴുതുന്നത്. അങ്ങനെ ഒരു സഹോദരി താങ്കൾക്കില്ല? അങ്ങനെ ഒരു സഹോദരി എനിക്കില്ല. അപ്പോൾ താങ്കളുടെ ഈ സാഹിത്യ കഴിവും ഈ കവിത പ്രാസഭംഗി കഴിവൊക്കെ സ്വയം താങ്കൾ ആർജിച്ചെടുത്തതാണോ? ആർജിച്ചെടുത്തതല്ല, അത് അന്വേഷിച്ചെടുത്താണ്. കാരണം ഒരു പാട്ട് എഴുതാൻ നേരത്തെ പിന്നെ കൂട്ടി കുറച്ച് വാക്കാണെങ്കിൽ അതിനകത്ത് കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉപാസന ഒരു പഴയ നാടകമാണ്. ഉപാസന ഉപാസന. അപ്പോൾ ഉപാസന അതുപോലെ ഒരു വാക്ക് വേണം. അതിന് ആ കൂട്ടിയുള്ള ഒത്തിരി വാക്ക് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതിയിടും പാട്ട് എഴുതാൻ നേരത്ത്. അങ്ങനെ ആ കൂട്ടി ഒത്തിരി വാക്ക് എഴുതിയിട്ടിട്ട് ഇതിനകത്ത് ആപ്റ്റുള്ള ഏതാണ് അതിനോട് യോജിക്കുന്നത്. ഈ പ്രാസമാണെങ്കിൽ അങ്ങനെയുള്ള ചില അങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഈ പാരഡി രംഗം വളർന്ന് വലുതായി ഒരു നല്ല ശാഖയായി മാറണം എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് താങ്കൾക്ക് അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ പാരഡി രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന തൽപരരായ കലാകാരന്മാരും ഇപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽ നിന്ന് വരുന്ന ഗാനങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒട്ടനവധി കലാകാരന്മാർ തന്നെ ഇന്ന് രംഗത്തുണ്ട്. ഇവരോടും അതുപോലെ ഇത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോടും ഒക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ രംഗത്തിനെ വളർത്തണോ അതല്ല ഇത് തളർത്തണോ? തീർച്ചയായിട്ടും വേണം. കാരണം ഞാൻ മാർഗങ്ങൾ ഇത് ഞാനായിട്ട് ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു സംഗതി ഇതൊറ്റ ആഗ്രഹമുള്ളതാണ്. അതൊന്ന് ഡെവലപ്പ് ചെയ്യണം, വളരണം. പിന്നെ അതായത് ഈ ഭരണതലത്തിൽ വരെ അതിന് ഒരു നല്ല സ്ഥാനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ പല മിനിസ്റ്ററുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. കാരണം അവിടെ ഒരു അവാർഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ പാരഡി എന്ന് പറയുന്നത് ഇതുവരെ ആസ്യ കഥാപ്രസംഗമോ അല്ലെങ്കിൽ പാരഡി ഗാനങ്ങളോ കവിതകളോ ഇതൊന്നും അവരിതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. പിന്നെ കൂടാണ്ട് ഞാൻ ഈ പാരഡിയെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെക്കേഷൻ ടൈമിൽ, അതായത് സ്കൂൾ അവധി ആ കാലഘട്ടത്തിൽ എൻ്റെ ഓഫീസിൽ ഒരു മാസം ഒരു കോഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പാരഡി എങ്ങനെ എഴുതാം എന്നുള്ളതിന് ഒരു കോഴ്സ് ഇങ്ങനെ ക്ലാസ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംരംഭത്തിലും കൂടെയൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് നോക്കണം. അതിന് നല്ല വിദഗ്ധരായ ചില അധ്യാപകർ ഒക്കെ വെച്ച് ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം പാരഡി ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, പാരഡി പാടണം എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്നേക്കാൾ കഴിവുള്ളവർ എൻ്റെ ആസ്വാദകരിൽ ആരെങ്കിലും കാണും. അവരുടെ അറിവുകൾ എനിക്ക് കുറച്ച് കിട്ടുവാനും എനിക്കുള്ള അറിവുകൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കുവാൻ ഒക്കെയുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള താങ്കളിൽ നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള പ്ലാനുകൾ തന്നെ മനസ്സിലുണ്ട്. ഏതായാലും താങ്കൾക്ക് ഈ രംഗത്ത് കൂടുതൽ ഉയരാനും താങ്കളുടെ ഇത്തരം ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ വിജയപ്രദമാകാനും ഞാൻ ആശംസിക്കുകയാണ്. താങ്കളുടെ മനസ്സിൽ ഉദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ചോദ്യമില്ലാതെ താങ്കളുടെ പ്രേക്ഷകരോട് ഈ മാഗസിനിലൂടെ പറയാനുള്ളത്? എൻ്റെ പാരഡിയിൽ ഞാൻ അത് വീടിരായപ്പൻ്റെ പാരഡി. ഇപ്പോൾ എനിക്ക് ജൂനിയർ വീടിരായപ്പനെന്ന് പറഞ്ഞ് കൊച്ചിയിൽ തന്നെ ഒത്തിരി പേര് പാരഡി എഴുതുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഞാൻ ഒരിക്കലും അതിനെ വേണ്ടെന്ന് പറയത്തില്ല. കാരണം അങ്ങനെ ഒരു ഐഡിയ തോന്നിയല്ലോ. അത് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പാട്ട്, ഞാൻ എഴുതുന്ന പാട്ട് വീടിരായപ്പൻ്റെ പാട്ടാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് എൻ്റെ പാട്ടിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനത് തിരുത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. താങ്കളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ നിർബന്ധമായിട്ട് താങ്കൾ പറയണം. അത് താങ്കൾക്ക് വളർച്ചയ്ക്ക് ഉതകുമെന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഈ പാരഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുവില്ലാത്തൊരു കലാകാരൻ. ഞാൻ പറയാം, ദൈവം എനിക്കൊരു വരദാനം പോലെ തന്ന അത് പ്രേക്ഷകരൊക്കെ എൻ്റെ ഗുരു, എൻ്റെ ആസ്വാദകരാണ് എൻ്റെ ഗുരു, എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഗുരു. അങ്ങനെയൊക്കെ. പിന്നെ കഥാപ്രസംഗ രംഗത്ത് താങ്കൾ ഒരു പ്രത്യേക മാനം കണ്ടെത്തിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ കോഴിയും കാറും ഒക്കെ കഥാപാത്രങ്ങളാക്കാം എന്നൊക്കെ താങ്കളുടെ മനസ്സിൽ എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായത്? അത് തോന്നിയത് നമ്മുടെ കേരളത്തിലെ കല, അത് മറ്റെല്ലാ കലയാണോ എന്ന് എനിക്കറിയില്ല. ഒരു കലാകാരൻ ഉയർന്നു വരുമ്പോൾ ഒരു കലാകാരനെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാണ് കയറി വരണമെന്ന്, അങ്ങനെയാണല്ലോ സാധാരണ ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒന്നും ബന്ധമില്ലാത്ത, ഇതുവരെ ആരും എടുക്കാത്ത ഒരു സംഗതി അത് കേരളത്തിൽ വാൾട്ട് ഡിസ്നിയൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരണം. അപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ല. കഥാപ്രസംഗം പറയുമ്പോൾ കാതികൾക്ക് കുഴപ്പമില്ല. എൻ്റെ ആസ്യ കഥാപ്രസംഗം അങ്ങനെ ഞാൻ തനതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തു. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ കഥാപാത്രങ്ങൾ അനുകരിക്കാതെ നമ്മുടേതായ കഥാപാത്രങ്ങളും ഹാസ്യമായിട്ട് നീങ്ങും.
അതുകൊണ്ട് അങ്ങനെ കോഴിയെയും കാറിനെയും ഒക്കെ കാമുകനും കാമുകിയാക്കി ഇതിനുള്ള സിറ്റുവേഷൻസ് താങ്കൾക്ക് എങ്ങനെ മനസ്സിൽ വന്നു? ഇപ്പോൾ കോഴിയെ നമ്മൾ കാണുന്നില്ല. എന്നാലും ഇങ്ങനെ കാർ വരുമ്പോ കണ്ട് ബമ്പറിൽ മുട്ടി അവിടെ തട്ടി ഇവിടെ തട്ടി എന്നൊക്കെയുള്ള ഈ അർത്ഥം ധരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെയാക്കാം എന്നൊക്കെ താങ്കൾക്ക് എന്താ? അത് നമ്മൾ ഒന്നിനെ കുറിച്ച് എനിക്ക് കാറിനെ കുറിച്ചൊരു കഥ എഴുതണം എന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്ക് കാറ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും, ഇതെങ്ങനെയാണ്. എന്നിട്ട് വൈപ്പർ ഇടുന്നു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നത് ടാറ്റ കൊടുക്കുന്നുണ്ട്. ഡിമ്മും ബ്രൈറ്റും അടിക്കുമ്പോഴത്തേക്ക് അവർ ശൃംഗരിക്കുന്നതിൻ്റെ വിധാനം എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിനകത്ത് തോന്നുന്നത്. അത് ഞാൻ ആ സംഗതിക്ക് പോയിന്റ് ചെയ്തു. എന്നിട്ടാണ് ഈ അങ്ങനെ ഡെവലപ്പ്. താങ്കൾക്ക് ഓഡിയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നല്ല പ്രതികരണം കിട്ടിയിട്ടുള്ള പാട്ടോ അതല്ലെങ്കിൽ കഥാപ്രസംഗമോ താങ്കളുടെ മനസ്സിൽ ഏതാണോ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ എൻ്റെ ആദ്യത്തെ കഥ മാക് തവളയും നീർക്കോലും തമ്മിലുള്ളൊരു സ്നേഹം, അതിലൂടെ നാട്ടിൽ മാത്രം അറിയപ്പെട്ടു. രണ്ടാമത്തെ കഥ പൊത്തുപുത്രി, അതാണ് എലി ഈ പൂച്ച അത് തമ്മിൽ, അപ്പോൾ കുറച്ചുകൂടി ഞാൻ അറിയപ്പെട്ടു. മൂന്നാമത്തെ എൻ്റെ കഥയാണ് ചികയുന്ന സുന്ദരി കോഴി. ഈ കഥ ഞാൻ പഠിച്ചു, അവതരിപ്പിച്ചു, എഴുതി പഠിച്ചു, അവതരിപ്പിച്ചു. ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം കിട്ടുമ്പോൾ അതോടുകൂടിയാണ് എൻ്റെ നാട്ടിൽ നമ്മുടെ മലയാളികൾ കേരളത്തിലുള്ളവർ എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഈ കഥ ചികസുന്ദരിയായിട്ട് ഞാൻ വിദേശ രാജ്യങ്ങൾ ഒത്തിരി രാജ്യങ്ങൾ കറങ്ങാനൊരു അവസരം കിട്ടി. ഈ വിദേശ മലയാളികൾ എൻ്റെ കാസറ്റ് കേട്ടത് കേൾക്കണം ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചികസുന്ദരിയാണ് എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തന്നത്, എന്നെ അറിയപ്പെടാനൊരു ഇതുണ്ടാക്കി തന്നത് എല്ലാ രീതിയിലും. ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരിൽ തന്നെയാണെങ്കിലും അവരൊക്കെ പറയും ചികസുന്ദരിയാണ് ഏറ്റവും നല്ലതെന്ന് ഇങ്ങനെ ഒരു പ്രേക്ഷകരായിട്ട് പറയാറുണ്ട്. ചികയെന്ന സുന്ദരി എഴുതുമ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നു, ഇത് വിജയിക്കും, ഇത് ജനങ്ങൾക്ക് യേശും എന്ന തോന്നൽ എന്തെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടായില്ല? ഇല്ല, എനിക്ക് അത് ആദ്യത്തെ കഥ എഴുതുമ്പോൾ തന്നെ തോന്നിയില്ല. ഏറ്റവും ആദ്യം ഞാൻ എഴുതാൻ കാര്യം ഒരു തവളയും നീർക്കോലിയും തമ്മിലൊരു ഈ ബന്ധം വെച്ചു. അപ്പോൾ അതിന് തന്നെ ഞാൻ ചെല്ലുന്നുണ്ട്, നീർക്കോലി നമ്മൾ കാണും ഇവരെ വൈരുദ്ധ്യ പ്രേമമാണ്, ഇവരെ എങ്ങനെ ഒന്നിക്കാം. പിന്നെ അതിനകത്തൊരു ഗുണപാഠം കൂടിയുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ സ്വന്തമായിട്ടൊരു പുരുഷനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഭാവിയിൽ വരുന്ന ഭവിഷ്യത്തിന് മുഴുവൻ ഉത്തരവാദി ആ പെണ്ണ് തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ഈ തവളയും നീർക്കോലും തമ്മിലുള്ള സ്നേഹത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചികയും സുന്ദരി എന്ന് പറഞ്ഞ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ നായിക അവൾ പരിശുദ്ധയാണ്, പാതിവൃത്തിയുള്ളവളാണ്. പക്ഷേ അവളുടെ ഭർത്താവിന് ചില സംശയങ്ങൾ വരും. അത് അവസാനം മനസ്സിലാവുന്നു അവൾ നിരപരാധിയാണെന്ന് മനസ്സിലാകുന്നു. അതിൻ്റെ ഒരു സിമ്പലാണ് ഈ ചികയെ സുന്ദരി കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഓരോ കഥയ്ക്കും അതിൻ്റെതാകുന്ന ഓരോ ഇത് ഞാൻ താങ്കൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ തൃപ്തികരമാവും എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും വരികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ ഏതെങ്കിലും കഥാരൂപങ്ങൾ ഏതെങ്കിലും മനസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇത് മിക്കവാറും ഏശാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ഏശാതെ പോവുകയും യേശുവയില്ല എന്ന് തോന്നിയിട്ടുള്ളത് ജനങ്ങൾക്ക് വളരെ അപ്ലോസ് ജനങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാണ്? ഇല്ല, ഞാൻ ജനങ്ങളുടെ പൾസ് ഒരു പരിധി വരെ കണ്ടുകൊണ്ടാണ് ഈ എഴുതുന്നത്. കാരണം അതങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു 10-30 പാട്ടൊരു കഥയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ സ്റ്റേജ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഏതൊക്കെ പാട്ടിനെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു ഞാൻ മനസ്സിലാക്കും. അടുത്ത കഥയ്ക്ക് അത്രയും പാട്ട് കാണത്തില്ല, ഇഷ്ടപ്പെടാത്ത പാട്ട് കാണത്തില്ല, അതൊരു 2-3 പാട്ട് കാണും, അതും കട്ട് ചെയ്യും. പിന്നെ അപ്പോൾ കഥ കുറച്ചുകൂടെ കുറഞ്ഞു പിന്നെ അവതരിക്കുമ്പോഴത്തേന് ഒരു 1-2 പാട്ട് ഇഷ്ടപ്പെടാൻ വരും, അതും കളയും, ബാക്കിയെല്ലാം ഓക്കെ. അത് വെച്ചുകൊണ്ടാണ് പിന്നെ ജൈത്രയാത്രയാണ് ആ ഒരു വർഷം ആ കഥയായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഇത്രയും ദൈർഘ്യമായി താങ്കളുടെ ഈ പാരഡി ഗാനത്തിനെ കുറിച്ച് താങ്കളുടേതായ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, നാളെ തിരിച്ചുപോക്കിൻ്റെ ബന്ധപ്പാടും ഇന്ന് അടുത്തൊരു പരിപാടിയുടെ ബന്ധപ്പാടും പോകണം. കാരണം കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. താങ്കൾക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ അവസാനമായിട്ട് പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നെ മറക്കരുത്, ഞാനൊരു സാധുവാണ്. ആ പ്രേക്ഷകരൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കുറച്ചാളൂടെ ജീവിക്കാൻ പറ്റുന്നു. കാരണം എൻ്റെ ഈ കഥയായിട്ട് അതുകൊണ്ട് തന്നെ സ്നേഹിക്കണം എന്ന് മാത്രമേ. ഏതായാലും ഇത്രയും അവസരം തന്നതിൽ നന്ദി. നമസ്കാരം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.